അച്ഛനെങ്ങനെയാ മരിച്ചത്? ആ അത് ഭയങ്കര രസമാണ്. രസോ? അച്ഛൻ മരിച്ചു? അതല്ല, അച്ഛനെ മുറ്റത്ത് ഞങ്ങൾക്ക് ഒരു കിണറുണ്ട്. കിണറ്റിന് അവിടെ വെള്ളം വരാൻ വേണ്ടി ചെന്നപ്പോ കിണറ്റിലോട്ട് ഇങ്ങനെ ഒന്ന് എങ്ങി നോക്കി. അപ്പൊ അതേ റിഫ്ലക്ഷൻ കിണറ്റില്. സായിപ്പാണോ? അതല്ലെന്ന് റിഫ്ലക്ഷൻ കിണറ്റി കണ്ടപ്പോ അച്ഛൻ ചോദിച്ചു, ഇത് ആരാണ് ഈ കുടിക്കുന്ന വെള്ളത്തിൽ വന്ന് കുളിക്കാൻ വന്നേക്കണം പറഞ്ഞ ആള്. അച്ഛന്റെ കിണറ്റൊക്കെ ഒറ്റ ചാട്ടം. ആ ചാട്ടത്തിൽ തീർന്നു? തീർന്നില്ല. അവിടുന്ന് അച്ഛനെ വലിച്ചു കയറ്റി ഞങ്ങൾ നേരെ ഒരു ആംബുലൻസ് കയറ്റി അച്ഛനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ ആംബുലൻസ് നേരെ ചെന്നൊരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇടിച്ചിട്ട് ആംബുലൻസ് നിന്ന് കത്തി. അങ്ങനെ മരിച്ചു? ഇല്ലെന്നാ, മരിച്ചില്ല. അവിടുന്ന് അച്ഛൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അവിടുന്ന് രക്ഷപ്പെട്ട അച്ഛനെ ഞങ്ങൾ ഒരു കാറെ കയറ്റി കാറിൽ ഞങ്ങൾ വിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അങ്ങനെ കഴിഞ്ഞപ്പോ ഈ കാറിന്റെ 2 വീല് ഊരി പോയിട്ട് നേരെ കൊക്കയിലേക്ക് മറിഞ്ഞു. അങ്ങനെ മരിച്ചു? ഇല്ല, അപ്പോഴും മരിച്ചില്ല. ഈ പുള്ളിയോട് മരിക്കാൻ പറയാം, മനുഷ്യൻ ടെൻഷൻ കടിച്ചാവുമല്ലോ. എന്നിട്ടാണെങ്കിൽ ഈ അച്ഛൻ പുൽത്തകരയിലേക്ക് തെറിച്ചു. അവിടെ ഞങ്ങൾ അച്ഛനെ നേരെ ഒരു ഓട്ടോറിക്ഷ കയറ്റി ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു. മെഡിക്കൽ കോളേജ് ചെന്ന വഴി അച്ഛന്റെ ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ മരിച്ചു? ഇല്ല, അപ്പോഴും മരിച്ചില്ല. കാലിന് മുടിഞ്ഞ ആയതാണോ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അച്ഛനെ നേരെ ഓപ്പറേഷൻ തീട്ടിന്ന് വാർഡിലേക്ക് മാറ്റി. വാർഡിലേക്ക് മാറ്റിയപ്പോ അച്ഛൻ പറഞ്ഞു, മോനെ എനിക്ക് ഇച്ചിരി കാറ്റ് കൊള്ളെന്ന് പറഞ്ഞു. ഞാൻ നേരെ പോയി ഫാന്റെ സ്വിച്ച് ഇട്ടു. നേരെ ഫാൻ 3 കറക്കം പൊട്ടി തലയിലേക്ക് വീണു. പൊട്ടിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിന്റെ അച്ഛന്റെ ജാതകം എഴുതിയ എസ് എൻ സ്വാമിയാണ്. പുള്ളിയുടെ മരണത്തിൽ ഓരോരോ ഇതല്ലേ എന്ത്